നമ്മൾ അതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന രണ്ടാം ദിവസം അങ്ങനെ കാട് കയറി എന്നുള്ളതാണ്. ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പന് നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. MS ലിഷോയി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടുകൊമ്പൻ ഇന്നലെയാണ് അവശനിലയിൽ ഈ പ്രദേശത്തെത്തിയത്. ഇന്നലെ ഇവിടെ കിടന്ന ശേഷം ഇവിടെ നിന്ന് എഴുന്നേറ്റ് അല്പം മാറിക്കിടന്ന് അങ്ങനെ ഇന്നലെ മുഴുവൻ ഈ പ്രദേശത്ത് തന്നെ ഇവിടെ നിന്നും നടന്നു പോകാൻ കഴിയാത്ത രീതിയിലാണ് ഗണപതിയെ എല്ലാവരും കണ്ടത്. ഉടനടി തന്നെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ നിരീക്ഷിക്കുകയും ചെയ്തു. ഈ ആന നമ്മുടെ നാട്ടുകാർക്ക് ഒരു ഉപദ്രവമില്ല. ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും കാട്ടാനപ്രേമികൾക്കും ഒരു ഉപദ്രവമില്ലാത്ത ഇതിൽ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ പോകണ അവരായാലും അടുത്ത ആന റോഡിലൊന്ന് കണ്ടാലും ക്രോസ് ചെയ്താലും ആന ഒരു ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അത്രയ്ക്ക് ഒരു ശാന്ത സ്വഭാവം ആനയാണ്. ഇന്ന് രാവിലെ വനമേഖലയോട് ചേർന്നുള്ള പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ആന എത്തുകയായിരുന്നു. പക്ഷേ ആന ഇവിടെ എത്തിയെങ്കിലും ആനയ്ക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് നടന്നു പോകാനായി കഴിയുമായിരുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ആനയെ നിരീക്ഷിച്ചു എങ്കിൽ പോലും എന്താണ് കാരണമെന്നുൾപ്പെടെ ഈ അവശതയ്ക്ക് കാരണമെന്നുൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനെ തുടർന്ന് കോടനാട് നിന്നും വെറ്റിനറി ഡോക്ടർമാരുടെ സംഘത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ മേഖലയിലാണ് ആന ഇന്ന് രാവിലെയും നിലയുറപ്പിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയാൽ വനപ്രദേശമാണ്. ആ വനപ്രദേശത്തേക്ക് വെറ്റിനറി ഡോക്ടർമാർ എത്തുന്ന ഒരു സമയത്ത് തന്നെ ആന പോയിരുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സ നടത്തുന്നതിന് മുന്നോടിയായി തന്നെ ആനയെ വെള്ളം കുടിക്കാനായി പുഴയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ആനയെ കാട്ടിൽ നിന്ന് ചാലക്കുടി പുഴയുടെ ഓരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വളരെ ആരോഗ്യവാനായി നടന്നിരുന്ന ഒരു കൊമ്പൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രയും ഒരു ക്ഷീണിതനായ അവസ്ഥയിലേക്ക് നീങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ആനയ്ക്ക് കൃത്യമായ ചികിത്സയും നൽകേണ്ടതുണ്ട്. വനമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആനയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആവശ്യമായ ചികിത്സ അതിനുശേഷമായിരിക്കും നൽകുക. ആന വനത്തിൽ കയറി പോയിട്ടുണ്ട്. അതിനെ ഇനി ഒബ്സർവേഷൻ നടത്തുക എന്നുള്ളതാണ്. ആന ഇപ്പോൾ നോർമലി അതിൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിലുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. 2018 ശേഷവും ഈ ആനയ്ക്ക് സമാനമായ രീതിയിൽ ആന അവശതകൾ അനുഭവിച്ചിരുന്നു. അതേ രീതിക്ക് തന്നെ ഇപ്പോഴും കൃത്യമായ ചികിത്സ നൽകുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. സുജീവ് പട്ടാമിക്കൊപ്പം അതിരപ്പള്ളിയിൽ നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്. കാട്ടാന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിൽക്കുന്ന ചിത്രം ഒരു ക്രൂര സ്വഭാവമുള്ള ഒരു വന്യജീവി എന്ന നിലയിലാണ്. കാരണം വയനാട്ടിലെയും ഇടുക്കിയിലേക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള ജീവനെടുത്ത സംഭവങ്ങൾ കൊണ്ട്. പക്ഷേ ഈ ഗണപതി ശാന്തനാണ്. വിനോദസഞ്ചാരികളൊക്കെ മുന്നിലൂടെ പോകുമ്പോൾ ശാന്ത സ്വഭാവക്കാരനാണ്. അങ്ങനെ ഒരു ആനയ്ക്കുണ്ടായ ഒരു ദുരവസ്ഥയാണ്. അതുകൊണ്ടാണ് നാട്ടുകാരെയും ദുഃഖിപ്പിക്കുന്നു. അവരും ആ പ്രതികരണങ്ങളാണ് നടത്തിയത്. MS ലിഷോയിലേക്ക് നമുക്ക് നേരിട്ട് തത്സമയം പോയി നോക്കാം. എന്താണ് ആനയുടെ ഇപ്പോഴത്തെ സ്ഥിതി? ആനയ്ക്ക് കാട് കയറി കഴിഞ്ഞുവെങ്കിൽ മറ്റിനിയുള്ള വനം വകുപ്പിൻ്റെയും ഒക്കെ തന്നെ നീക്കങ്ങൾ കൂടി എന്തായിരിക്കാം പ്ലാനിങ് എന്നൊക്കെ വിശദമായി ചോദിക്കാം. ലിഷോയി, ആന കാട് കയറി എന്ന് പറയുന്നു. ആവശ്യത്തിന് വേണ്ട ചികിത്സകളൊക്കെ നൽകാൻ തക്ക രീതിയിൽ കാര്യങ്ങൾ എത്തിയോ? എങ്ങനെയാണ് ആരോഗ്യാവസ്ഥ? അത് എണീച്ച് നേരത്തേക്ക് കിടക്കുന്ന അവസ്ഥയായിരുന്നു, എണീച്ച് നടക്കാൻ കഴിയുന്ന പൂർണ്ണമായും ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് പോയിട്ടില്ല എങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അതായത് ഇന്നലെ ആനയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതായത് തീരെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ആനയ്ക്ക് എഴുന്നേറ്റ് നടക്കാനും മറ്റ് വലിയ ദൂരത്തേക്ക് നടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഈ പ്രദേശത്തെല്ലാം തന്നെ അങ്ങോട്ട് നടക്കുകയും കാട് കയറി പോകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആന കാട് കയറി പോയിരിക്കുന്നത് ഈ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് അപ്പുറത്തേക്കാണ്. ആ ഭാഗത്ത് വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാത്തൊരു സ്ഥലമാണ്. ആനയ്ക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ അവിടെ നിന്ന് വീണ്ടും കാടിറങ്ങി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലൂടെ കടന്ന് ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും ചാലക്കുടി പുഴയുടെ ആ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി വീണ്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപക്ഷെ ആന തിരികെ ഇറങ്ങി ഈ പുഴയിലേക്ക് എത്താനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ അത് എത്രത്തോളം ആനയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം അത് കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം ഉള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഈ കാട്ടാന പ്രേമി കൂട്ടായ്മയിലെ ഫൈസലാണ് ചേരുന്നത്. എന്താണ് ആ ഭാഗത്തുള്ള ഇപ്പുറത്തുള്ള ഒരു ടെറൈൻ എങ്ങനെയാണ്? അതിൻ്റെ ഒരു പ്രത്യേകതകൾ എങ്ങനെയാണ്? ഈ എണ്ണപ്പനത്തോട്ടം കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ആണുള്ളത്. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ പാറക്കൂട്ടങ്ങളാണ്. ഇപ്പം എല്ലാ ദിവസവും ഗണപതിയുടെ റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രാത്രി
നേരെ പുഴയിൽ വന്ന് കിടന്നിട്ട് അവിടുന്ന് രാവിലെ തിരിച്ചു പോകുന്ന ഒരു ഇതാണ്. ഇന്നലെ രാവിലെയാണ് നിലവിൽ ഈ പുഴയോട് ചേർന്ന ഈ പാറക്കെട്ടിൻ്റെ അടുത്ത് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ആദ്യം കിടന്നുറങ്ങുന്നതെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതിനെ എണീക്കാൻ പറ്റാതെയുള്ള കാണിക്കൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിന് വയ്യാന്ന് മനസ്സിലായത്. അങ്ങനെ ഇതിൽ കൂടെ വരുന്ന DFOനെ നമ്മൾ തടഞ്ഞിരുത്തി കാര്യം പറയുകയും അങ്ങനെയാണ് വനം വകുപ്പിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ട് ഇന്നലെ വൈകിട്ട് വനം വകുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ ഇവർ ആദ്യം എരണ്ടകെട്ടാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് വീണ്ടും, അത് കഴിഞ്ഞ് രാത്രി പിന്നെ ആനേനെ കാണാതായിരുന്നു. രാവിലെ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ ഈ റോഡിനോട് ചേർന്ന്, അതായത് പുഴയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമായിരിക്കും. അതിനു മുമ്പ് തളർന്ന് വീണിരുന്നു. അങ്ങനെ ആനേനെ വീണ്ടും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്നിരുന്നു. അപ്പോൾ വെറ്റിനറി ഡോക്ടർ വന്നിരുന്നു. അപ്പോൾ നിലവിൽ ഈ ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല. അവർക്ക് നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മാധ്യമങ്ങളൊക്കെ ഉച്ചയ്ക്കൊന്ന് അങ്ങോട്ടേക്ക് മാറിയ സമയത്ത് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആന അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഫോറസ്റ്റുകാരോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു വാച്ചറോ മറ്റോ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല. എന്തായാലും വനംവകുപ്പിന്റെ നിരീക്ഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അല്ലേ വയസ്സിലെ? ഉറപ്പായും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇതുപോലെ തന്നെ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് കുറച്ച് ഫോറസ്റ്റുകാർ വന്ന് നോക്കി പോകുക അല്ലാതെ പിന്നീട് ഈ ആന എങ്ങോട്ട് പോയാൽ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ ആന ഈ ജനവാസ മേഖലയോട് തൊട്ട് ചേർന്ന് ഉള്ളൊരു സ്ഥലത്താണ്. നിങ്ങൾ കാലത്ത് വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം, അത്ര അടുത്താണ് ഇത് കടന്നിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ കൂടി 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റുകാർ തന്നെ എത്തിയത്. ഇതിന് മെഡിസിൻ കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നെന്താ നടന്നതെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് പറയുന്നത് ഇതിനെ ശർക്കര കൊടുത്തു നോക്കി, അത് കഴിച്ചില്ല, പിന്നെ അത് കയറിപ്പോയി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നിലവിൽ ഈ ആനയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് ആന ഒരു വെള്ളമുള്ള ഒരു ഭാഗത്തേക്ക് എത്തിയാലേ അതിനെ അതിജീവിക്കാൻ തന്നെ പറ്റുള്ളൂ. എന്താ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വനം വകുപ്പ് പറയുന്നത് ആന കാട് കയറി പോയി എന്നുള്ളതാണ്. പക്ഷെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സമയമാണ്. അപ്പോൾ ആനയുടെ ഒരു രീതിയൊക്കെ തന്നെ എങ്ങനെയായിരിക്കും? ഇതുവരെ ശാന്തനായി നിൽക്കുന്ന ഒരു ആനയാണ് കണ്ടത്. കാരണം ഇന്ന് നമുക്ക് ഒരു അസുഖമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇതായിരിക്കുമല്ലോ ഈ ജീവികളുടെ കാര്യത്തിലും അത് ബാധിക്കുമല്ലോ. പിന്നെ മറ്റൊന്ന്, നമുക്കറിയാം ചൂട് നാട്ടിൽ തന്നെ പാലക്കാടൊക്കെ അറിയാമല്ലോ. കാരണം അവിടെയൊക്കെ പോലും അവിടെയൊക്കെ വെള്ളം വറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ മറ്റിടങ്ങളിൽ തൃശ്ശൂരിലേക്കൊക്കെ വരുമ്പോൾ ഈ വനത്തെ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാവുന്ന സാഹചര്യമൊക്കെ മാറ്റപ്പെടുകയാണ്, പച്ചപ്പില്ലാതാകുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം, അതിനെന്തെങ്കിലും ഒരു വനം വകുപ്പിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ുള്ള വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്റെ കാര്യത്തിൽ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകാറില്ല. കാരണം ചാലക്കുടി പുഴയിൽ യഥേഷ്ടം വെള്ളം ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ ആനകൾക്കായാലും മറ്റ് വന്യമൃഗങ്ങൾക്കായാലും ഈ പുഴയോരത്ത് വന്ന് അവിടെ നിന്ന് വെള്ളം കുടിച്ചു പോകാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു പാത അവർക്ക് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം തന്നെ ആനകൾ സ്ഥിരമായി സഞ്ചരിക്കുന്നിടമാണ്. കാടിൻ്റെ ഒരു വശത്തു നിന്നും ആനകൾ വന്ന് ഈ ഭാഗത്ത് നിന്ന് ഈ എണ്ണപ്പനത്തോട്ടത്തിനകത്തുകൂടെ കടന്ന് ആണ് ഈ അതിരപ്പള്ളി നിന്ന് വരുന്ന ചാലക്കുടി പുഴയുടെ ആ ഭാഗത്തേക്ക് കടക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്നും റോഡ് മുറിച്ച് കടന്നാൽ ഏകദേശം 150 മീറ്ററിൽ കുറവ് മാത്രമാണ് ഈ പുഴയിലേക്കുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ആ പുഴയുടെ ഒരു ഭാഗമെല്ലാം തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉള്ള ഒരു പ്രദേശമല്ല ഇത്. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഏത് ജീവിക്കായാലും ആ വെള്ളം കുടിക്കാനായി എത്തേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ എത്തേണ്ട ഒരു ആരോഗ്യം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ആന മാത്രമല്ല, ഒരുപാട് ആനക്കൂട്ടങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ആ ആനകളെല്ലാം തന്നെ ഇതിലൂടെയും തൊട്ടടുത്ത ആനകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ആനത്താരയിലൂടെയും എല്ലാം ഈ ചാലക്കുടി പുഴയോരത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഈ ഗണപതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗണപതിയുടെ ഒരു സ്ഥിരം റുട്ടീനാണ് ഫൈസൽ നേരത്തെ പറഞ്ഞത്. അതായത് ഇവിടെ പുഴയിലേക്ക് വരുന്നു, വൈകുന്നേരം വരുന്നു, അവിടെ നിന്ന് പിന്നീട് തിരികെ പോകുന്നു, വീണ്ടും ഈ പുഴയോരത്തേക്ക് തന്നെ വരുന്നു. അതൊരു റുട്ടീനാണ്. ആ റുട്ടീൻ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിലൊരു തടസ്സം വന്നിരിക്കുകയാണ്. അതിനെ ഇനി മറികടക്കണമെങ്കിൽ ആരോഗ്യവാനായി തിരിച്ച് വരേണ്ടതുണ്ട്. അത് എപ്പോൾ വരും, അല്ലെങ്കിൽ അത് വരാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, അതിനുവേണ്ട ചികിത്സകളും മറ്റും നൽകണമോ, നിരീക്ഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ് ആനപ്രേമികൾക്കുൾപ്പെടെ സംശയമുള്ളത്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം തന്നെ വനംവകുപ്പാണ് കൃത്യമായ ഒരു നടപടി സ്വീകരിക്കേണ്ടത്.